ഉം, ആ, ജിറ ഓർബിറ്റ്. ഉം, ജിറയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ. അപ്പം ക്യാൻബാൻ ട്രൈ ചെയ്തോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രം. സ്ക്രം നമ്മളിപ്പം തുടങ്ങുന്നേ ഉള്ളൂ. ക്യാൻബാൻ ഇല്ല നോക്കി. മാം, ഞാനത് ട്രൈ ചെയ്തില്ല. ഇനിയിപ്പോ എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞു തിരക്കായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വീക്ക് വരെ എനിക്ക് ടൈം ഉണ്ട്. അപ്പൊ ഞാൻ ഈ വീക്കിൽ അത് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. ഉം. ഇതാ കറക്റ്റ്. നമ്മള് ഗൂഗിളിന്റെ കറക്റ്റ് ആ മെയിലിന്റെ അകത്ത് കയറിയില്ലെങ്കിൽ ലോഗിൻ കുറച്ച് ഇഷ്യൂസ് ലോഗിൻ വരുമല്ലേ? ഇഷ്യൂസ് ഉണ്ട്. കുറെ നേരമായി. ഞാൻ കുറെ നേരം ഇത് കളിച്ചിട്ടായിരുന്നു ലോഗിൻ ആയത്. അപ്പൊ ഞാൻ ലോഗിൻ ആയല്ലോ എന്നുള്ള സമാധാനത്തിനാണ് ഞാൻ സൂം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് പണി. ഞാൻ ആക്ച്വലി ഒരു അക്കൗണ്ടില് ക്യാൻബാൻ എടുത്തു വെച്ചേക്കും, വേറെത്തില് സ്ക്രം എടുത്തു വെച്ചേക്കുക. ഓ അതാണ് ഓ അതിനകത്തെ സ്പ്രിന്റിന്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ലോഗിൻ ചെയ്യാൻ നോക്കുന്നത്. ഓ ഓ
ലോഗിൻ ആയി. അപ്പം നമ്മളെ സ്പ്രിന്റിന്റെ അകത്ത് ഫുൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫുൾ സമ്മറി, ഞാനൊരു പ്രൊജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തു. ആ പ്രൊജക്റ്റിന്റെ പേര് മൈ സ്ക്രം പ്രൊജക്റ്റ് എന്നിട്ടിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത എല്ലാ ടിക്കറ്റ്സും, എല്ലാ എപ്പിക്സും, എല്ലാ സ്റ്റോറീസും ഫുൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പം റീസെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ നോക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഓവർവ്യൂ ടാപ്പ് ചെയ്യാം. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ഫുൾ പ്രൊജക്ടിന്റെ സ്റ്റേറ്റസും എപ്പിക് എന്ത് മാത്രമായി, ഏതൊക്കെ എപ്പിക്സ് ഉണ്ട്, അത് ലിസ്റ്റ് ഡൗൺ ഇവിടെ എല്ലാം ചെയ്യും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പം ഒരു എപ്പിക് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം ഫിനിഷ് ആക്കി. പിന്നെ ഞാൻ സ്പ്രിന്റ് 2 എടുത്തു. അതിൻ്റെ അകത്തെ ഒരു എപ്പിക് ആണ് ഇൻ പ്രോഗ്രസ് കാണിക്കുന്നത്. അപ്പം ഓക്കെ. അല്ലെങ്കിൽ വ്യൂ ഓൾ എപ്പിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ എപ്പിക്സ് ഉണ്ടോ അതിൻ്റെ അകത്തേക്ക് പോകും. അപ്പൊ ഇതൊരു എപ്പിക് ആയിരുന്നു, വിഷ്ലിസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഇൻ ഇ കോമേഴ്സ് ആപ്പ്. അതുപോലെ അടുത്ത ഒരു എപ്പിക് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, പേപാൽ ചെക്ക്ഔട്ട് ഇൻ ഇ കോമേഴ്സ് ആപ്പ്. അപ്പം ഇതാണ് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത് സമ്മറിക്കകത്ത്. ഓക്കെ ഓക്കെ. പിന്നെ റീസെന്റ് ആക്ടിവിറ്റി ഞാൻ ഏതൊക്കെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തു, എന്താണ് റീസെന്റ് ആക്ടിവിറ്റി. ഞാനിപ്പം ഒരു സ്റ്റേറ്റസ് പ്രയോറിറ്റി ഹൈ ടു മീഡിയം ആക്കി, റീസെന്റ് അപ്ഡേറ്റ്സ് അതാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഓവറോൾ എത്രമാത്രം ടാസ്ക് എനിക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഇതെന്താണ് കാണിക്കുന്നത്. 14 വർക്ക് ടോട്ടൽ 14 വർക്ക് ഐറ്റംസ് ഞാൻ സോറി 3 ആണ്. 3 സ്റ്റോറീസ് ആയിരുന്നു. 3 സ്റ്റോറീസ് ഞാൻ ഡൺ ആക്കി. അതിന്റെ സ്റ്റോറി പോയിന്റ്സ് ആണ് കാണിക്കുന്നത്. 14 സ്റ്റോറി പോയിന്റ്സ് ആണ് അതിന്റെ. പിന്നെ ഇൻ പ്രോഗ്രസ് 3 സ്റ്റോറീസ് ഉണ്ട് ഇൻ പ്രോഗ്രസ്. പിന്നെ ഇൻ റിവ്യൂ 1. അപ്പൊ അങ്ങനെ പലതിന്റെയും ഓവറോൾ എക്സിക്യൂഷൻ പെർസെന്റേജ് കാണിക്കുവാണ്. ടു ഡു അതില് ഐ മീൻ ഇതാണ് ടോട്ടൽ കൗണ്ട് ഓഫ് ടിക്കറ്റ്സ്. 3 + 3 + 1. അപ്പം ഓവറോൾ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ ബക്കറ്റിൽ, അത് കാണിക്കുവാണ്. പിന്നെ ഇത് പ്രയോറിറ്റി ബ്രേക്ക് ഡൗൺ, എത്ര നമ്പർ ഓഫ് ടിക്കറ്റ്സ്. 1 ടിക്കറ്റ് ഉണ്ട് ഹൈയസ്റ്റ് പ്രയോറിറ്റി, 4 ടിക്കറ്റ്സ് ഉണ്ട് ഹൈ പ്രയോറിറ്റി, ഇവിടെ 5 ടിക്കറ്റ്സ് ഉണ്ട് മീഡിയം പ്രയോറിറ്റി, 1 ടിക്കറ്റ് ഉണ്ട് ലോ പ്രയോറിറ്റി. അപ്പം ഈ ഒരു ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ പ്രൊജക്റ്റിൽ എത്ര ഹൈ പ്രയോറിറ്റി ടാസ്ക് ഉണ്ട്, അത് ഏതൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്നുള്ള ബ്രേക്ക് ഡൗൺ കാണാൻ പറ്റും. പിന്നെ അമ്മച്ചിയോട് പറഞ്ഞു പ്ലീസ്. സോറി. അയ്യോ സൂര്യ, ഇറ്റ്സ് ഓക്കെ മാം, പോയിട്ട് വരും. എനിക്കൊരു കൊച്ചിന്റെ മനസ്സിലാക്കാൻ പറ്റും. ഒരു 2 minutes. ഓക്കെ ഓക്കെ.
സോറി സൂര്യ. ഓക്കെ, അപ്പം ടോട്ടൽ ബാക്ക്ലോഗ് ഐറ്റംസ് ഇതാണ്. ഇനി എനിക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഈ ബാക്ക്ലോഗിന്റെ അകത്ത് കിടക്കുന്നത്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ മേളിൽ കിടക്കും. ഓക്കെ, ഇപ്പം ഹലോ സോറി ആ മാം പറഞ്ഞോളൂ, കേൾക്കണ്ടേ, ഞാൻ കേൾക്കാം. സൈലന്റിലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ അകത്ത് ഇതിപ്പം സ്റ്റോറീസും ഒരു ഫീച്ചറും എപ്പിക്കും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെ അല്ലേ? ആ ആ ആ അത് ഓക്കെ അല്ലേ? ബഗ് അതെ. അതും ഓക്കെ അല്ലേ? ഉം. ഓക്കെ. അപ്പം ഞാൻ സം സെറ്റ് ഓഫ് സ്റ്റോറീസും ഐ മീൻ ബഗ്സും ജസ്റ്റ് റാൻഡംലി ക്രിയേറ്റ് ചെയ്ത് ആ ആ മെയിൻ എപ്പിക്. അപ്പൊ ഈ എപ്പിക്കിന്റെ അകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ലിങ്ക്ഡ് ആയിട്ട് കാണും. അപ്പം ഈ ഒരു എപ്പിക്കിന്റെ അകത്ത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണുമ്പം കണക്ട് ഇത് സെപ്പറേറ്റ് സ്റ്റോറീസ് ആണ്. ഇത് അഗൈൻ ഒരു ഫീച്ചർ ആണ്. ഇതാണ് മെയിൻ എപ്പിക്. പേപ്പാൽ ചെക്ക്ഔട്ട് ഇൻ ഇ കോമേഴ്സ് ആപ്പ്, അത് എപ്പിക് ആയിട്ട് കിടക്കുന്നത്. ഇത് ഇതിന്റെ ചൈൽഡ് ആണ്. ഈ ചൈൽഡിന്റെ പേരന്റ് ആണ് ഈ എപ്പിക്. ഒരു ഫീച്ചർ ആണ് ഇവിടെ നോക്കുക. അപ്പം ഈ ഫീച്ചറിന്റെ പേരന്റ് ഏതൊക്കെ റിലേറ്റഡ് ആണ്, അതിന്റെ ഇതിന്റെ ടാസ്ക് ആണ്, ഈ സ്റ്റോറിയുടെ സബ് ടാസ്ക് ആണ് ഇത്. ഹലോ മാം, എന്തെങ്കിലും പറയുന്നുണ്ടോ? സൂര്യ, ജസ്റ്റ് ഒരു മിനിറ്റ്, ജസ്റ്റ് ആ ആ സോറി, ബാക്ക് ടു ബാക്ക് ഇഷ്യൂസ്, സോറി സൂര്യ. ഇറ്റ്സ് ഓക്കെ മാം. ഓക്കെ, അപ്പം ഇപ്പൊ റിലേറ്റഡ് സ്റ്റോറീസ് പേരന്റ് ചൈൽഡ്. ഓരോ ഫീച്ചറിന്റെ അത് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഇനി മെയിൻ സ്റ്റോറിക്കകത്ത് ഇതെല്ലാം കൂടെ ലിങ്ക്ഡ് ആയിട്ട് കാണാം. പിന്നെ ഇനി ബാക്ക് പോയിട്ട് ഈ ബാക്ക്ലോഗിന്റെ അവിടെ മേളില് ക്രിയേറ്റ് സ്പ്രിന്റ് ഉണ്ട്. ഈ വ്യൂ നമുക്ക് നമ്മുടെ കാൻബാൻ ബോർഡിൽ കാണത്തില്ല, കാരണം ഇത് സ്പ്രിന്റ് ഐ മീൻ സ്ക്രമ്മിന്റെ ആണ്. അപ്പൊ സ്ക്രമ്മിന്റെ ആയിട്ട് നമ്മൾ സ്പ്രിന്റ് വൈസ് ആണ് ഓരോ റിലീസസ് പോകുന്നത്. അപ്പം ക്രിയേറ്റ് സ്പ്രിന്റ് കൊടുക്കുക. നമ്മൾ റാൻഡം നമ്പർ ഓഫ് യൂസർ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക, എത്ര വേണേലും സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക. ബട്ട് ഐഡിയലി നമുക്ക് ഈ 2 ബഗ്സ് വരത്തില്ല കേട്ടോ. ഇത് ഞാൻ ഫോർ ഈസിന് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ. നമ്മളൊരു സ്ക്രം തുടങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു സ്പ്രിന്റ് തുടങ്ങുമ്പോ നമുക്ക് സ്റ്റോറീസും എപ്പിക്സും മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പം നീ ആ സ്പ്രിന്റിന്റെ പേര് കൊടുക്കണം. സ്പ്രിന്റ് 3 ഇത് വന്നു. ഓക്കെ, ഇനി ഇതിന്റെ അകത്തേക്ക് ഏതൊക്കെ ഐറ്റംസ് പുൾ ചെയ്യണമെന്നുള്ള ആണ്. നീ ഇപ്പൊ ഇതിന്റെ അകത്ത് എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് ഫുൾ സെലക്ട് ചെയ്യാം. അതല്ല, കുറച്ച് സെറ്റ് ഓഫ് സ്റ്റോറീസ് ആണ് നമുക്ക് പുൾ ചെയ്യണ്ടെങ്കിൽ ഇത് 3നെ എടുക്കുക, ഹൈലൈറ്റ് ചെയ്ത് ഇതിന്റെ അകത്തേക്ക് പുഷ് ചെയ്യുക. ഇപ്പൊ ഇതിന് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, അപ്പം ഈ സ്പ്രിന്റിന്റെ അകത്ത് ഇത്രയാണ്. ഒരു മിനിറ്റ്.
അപ്പം ജസ്റ്റ് പുൾ ചെയ്ത ഏതൊക്കെ സ്റ്റോറീസ് ആണ് അത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക, എന്നിട്ട് സ്റ്റാർട്ട് സ്പ്രിന്റ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഡേറ്റ് എന്നാണ് നമ്മുടെ സ്പ്രിന്റ് ഡ്യൂറേഷൻ, ഇതിപ്പോ സ്പ്രിന്റ് 3ക്ക് 2 കൊടുക്കാം, സ്പ്രിന്റ് 2 കൊടുക്കാം, നേരത്തെ ഒരെണ്ണം 1 ആയിരുന്നു. ഇനിയിപ്പം എത്ര ടൈം ആണ് ഒരു സ്പ്രിന്റ് നമുക്ക് വേണേൽ സെറ്റ് ചെയ്യാം. യൂഷ്വലി 2 വീക്സ് ആയിരിക്കും. പിന്നെ പ്രോജക്ട് ടു പ്രോജക്ട് വേരി ആവുമ്പം അത് അവർ പറയും, ഇപ്പം ഈ സ്പ്രിന്റ് നമുക്ക് 3 വീക്സ് കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ 2 വീക്സ് എന്ന് അവർ സജസ്റ്റ് ചെയ്യും, ക്ലയന്റ് തന്നെ. ഇനി ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബൈ ഡിഫോൾട്ട് ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും. അപ്പോൾ സ്പ്രിന്റ് സ്റ്റാർട്ട് ഇപ്പം ടുമോറോ ആണെങ്കിൽ ആ ഡേറ്റ് കൊടുക്കാം. എൻ ഡേറ്റ് ഒരു റാൻഡം 2 വീക്സ് വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആവും. അപ്പൊ അതല്ല നമുക്ക് വേറൊരു ഡേറ്റ് വേണമെങ്കിൽ, പക്ഷെ ഇത് എഡിറ്റബിൾ അല്ല, സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പ്രിന്റ് ഗോൾസ് എന്ന് വെച്ചാൽ യൂഷ്വലി ഒരു ബിസിനസ് ആനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രം മാസ്റ്റർ ആണ് ഈ ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് എനിക്ക് ഗോൾസ് ചെയ്യണ്ടേ, ഇപ്പം അച്ചീവ് ചെയ്യണ്ടേ. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പം 3 സ്റ്റോറീസ് ആണ് കിടക്കുന്നത്. ഇപ്പൊ ഹയസ്റ്റ് പ്രയോറിറ്റി സ്റ്റോറി ആയിരിക്കും ഏറ്റവും മേളിൽ എഴുതുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ സ്പ്രിന്റിന്റെ അകത്ത് നമുക്ക് ഈ 3 എണ്ണം ഉണ്ട്. അപ്പം പേപ്പാൽ ചെക്ക്ഔട്ട് ഇൻ ഇ കോമേഴ്സ് ഇതാണ് ഫീച്ചർ, ഇമ്പോർട്ടന്റ് ഫീച്ചർ. അപ്പൊ അതിന്റെ നമ്മൾ